ബാങ്കിംഗ് ഇടപാടുകളിൽ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഡാർക്ക് പാറ്റേണുകൾക്കും അതായത് ഉൽപ്പന്നങ്ങൾ നിർബന്ധിച്ച് വിൽക്കുന്ന രീതിക്കുമെതിരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമായ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ബാങ്ക് ഇടപാടുകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ നിർണായകമായ ഒരു വാർത്തയാണിത്. ബാങ്കുകൾ തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇൻഷുറൻസുകളോ മറ്റ് നിക്ഷേപങ്ങളോ വിൽക്കുന്നത് തടയാനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഡാർക്ക് പാറ്റേണുകൾ എന്ന് മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, ഒരു ബാങ്ക് ആപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഇൻഷുറൻസ് പോളിസിയിൽ പ്രീ ടിക്കഡ് ആയിട്ടുള്ള, അതായത് മുൻകൂട്ടി ടിക്ക് ചെയ്ത രീതിയിൽ ബോക്സുകൾ കാണുക, അല്ലെങ്കിൽ ഒരു ലോൺ ഓഫർ വേഗത്തിൽ എടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് കാണിച്ച് വ്യാജമായ തിരക്കുണ്ടാക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഉപഭോക്താവിനെ അറിയാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന ഇത്തരം ഡിജിറ്റൽ തന്ത്രങ്ങൾ ഇനി മുതൽ ബാങ്കുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പുതിയ നിയമപ്രകാരം ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് മിസ് സെല്ലിംഗ് വഴി വിറ്റതാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ അടച്ച മുഴുവൻ തുകയും തിരികെ നൽകാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. മാത്രമല്ല, അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകാനും ബാങ്കിന് നിർദ്ദേശമുണ്ട്. ഇനി മുതൽ ഇൻഷുറൻസ് പോലുള്ള തേർഡ് പാർട്ടി ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ പ്രായം, വരുമാനം, സാമ്പത്തിക സാക്ഷരത എന്നിവയ്ക്ക് അനുയോജ്യമാണോ എന്ന് ബാങ്കുകൾ പരിശോധിക്കണം. മുതിർന്ന പൗരന്മാരെ ലക്ഷ്യം വെച്ച് നടക്കുന്ന കബളിപ്പിക്കലുകൾ തടയാൻ ഇത് സഹായിക്കും. ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങൾക്ക് മാർച്ച് 4 വരെ തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. എല്ലാം ശരിയായാൽ 2026 ജൂലൈ 1 മുതൽക്ക് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ബാങ്കുകൾ ഇനി കേവലം കമ്മീഷൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാതെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്ന് ഉറപ്പാക്കാനാണ് RBI ശ്രമിക്കുന്നത്.